എടാ ഞാൻ എങ്ങനെയാണ് ഇവിടെ സ്പോൺ ആയത്? അതൊക്കെ ഓ സ്റ്റീവ് TDM കളിച്ചല്ലേ? എ ക്ലാസ്. വേണ്ട. അതിന് മുന്നത്തെ സോണും എനിക്കറിയാം. ഗ്യാങ്സിന്റെ മതിലേല്. എടാ ഞാൻ പറയാൻ പോണത്, ഞാൻ അടുത്ത ദിവസം ഈ ചലഞ്ച് തരാൻ പോണത് അന്ന് ഇറ്റ്സ് ഗോണ ബി എ ഡിഫിക്കൽട്ട് ചലഞ്ച്. അത് നിനക്ക് അറിയാത്തോണ്ട. അത് നോക്കിക്കോ നീ. ലാസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കത്തില്ല. ഞാൻ ആ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും, എന്റെ കൺമുമ്പിൽ കാണുന്ന ഏതെങ്കിലും ഒരു റാൻഡം ഇതെങ്കിലും കൊടുക്കത്തേ ഉള്ളൂ. മനസ്സിലായേ? അങ്ങനൊന്നും പറയല. ഇവിടെ പറക്കുന്ന വണ്ടിയുള്ളവർ വരെ ഉണ്ട്. അവര് പറന്നു വരും വേണമെങ്കിൽ. പറക്കുന്ന വണ്ടിയുള്ളവരോ? പറക്കാൻ കഴിവുള്ളവർ വരെ ഉണ്ട്. അതും കൂടെ ആലോചിക്കണം. അപ്പാപ്പനില്ല എന്തായാലും. അത് അപ്പാപ്പന് കൊടുക്കത്തില്ലെന്ന് ഓൾറെഡി ഞാൻ തീരുമാനിച്ചതാ. TVയിൽ ആര് വണ്ടി എടുത്ത് അവിടെ ആദ്യം വരുന്നോ അവർക്കായിരിക്കും അത്. ഒരു എന്തെങ്കിലും ഒച്ച കേട്ടോ ഇപ്പം? ഇല്ല. വെള്ളം പോണ ഒച്ച അവിടെ എത്തിട്ടോ. അതല്ല, വെള്ളം പോണ പോലെ. മറ്റേ ഈ പൈപ്പിന്ന് ചീറ്റൂല്ലേ അതേ കൂട്ട്. അങ്ങനെയും പറയാൻ പറ്റില്ല. ഇതെന്താ ലെഫ്റ്റ് സൈഡിൽ? ഇത് ഗാംഗോസ് ആണോ? കാലാപ്പാനിയാ? കൽപ്പണിയാ? എന്താ നിനക്ക് കാലാപ്പാനി? അത് കൽപ്പണിയാ? ഇതാറയാ? ഇത് ഷെയ്ക്കിന്റെ വീടാണോ? ഇത് എസ്റ്റേറ്റ്. എന്റെ അമ്മ, ഇതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞോ? അയ്യോട്ടെ. ഇതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞതാണോ? ഗൈസ്, എന്നെ എന്തിന്റെയോ ഇനാഗുറേഷൻ ഈ പുള്ളി വിളിച്ചായിരുന്നു. അത് ഇതിന്റെ ഇനാഗുറേഷൻ ആണോ? ഇല്ല, പോലെ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. 5-നാണോ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ റേഡിയോ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. നീ ഒരു പെണ്ണാ, നിന്റെ പേര് മീനാക്ഷി. നീ ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോ എന്നെ വാസണെന്ന് വിളിക്കണം പെട്ടെന്ന്. ഹലോ, വിളിച്ചായിരുന്നോ? ആരാ? ധനലക്ഷ്മി. സിറ്റിയിൽ പുതിയതാണോ? ഒരാഴ്ച. എന്ത് ചെയ്യാ സിറ്റിയിൽ? എന്ത് ചെയ്യാ? അത് അവന്റെ കഴയാണ് അവന്റെ. അത് പോയപ്പോ അല്ല. സാറേ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ഇടിച്ചു കൊന്നിട്ട് പോയേ. ഓ സാറേ. കോച്ച്, ഒരു മിനിറ്റ്. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മന്ദാരം ചന്ദ്രൻ, നിങ്ങളാണോ പോലീസ് ഓടിക്കുന്നേ? നിങ്ങളാണോ പോലീസ് ഓടിക്കുന്നേ? എടാ അമ്പത്തൂരെ കൊണ്ണ, നീയാണോടാ ഇപ്പൊ നമ്മുടെ ഇവനെ അടിച്ചു തെറിപ്പിച്ചിട്ട് പോയത്? ലക്ഷ്മിനെ. എടാ ഇതൊക്കെ ആരാടാ? ക്രോസർ ഇല്ല എനിക്ക്. അന്ന് അവിടെ കിടക്കട്ടവൻ. അവന്റെ സൂക്കേട്. ഇതാരാ ഇത്? ഇവൻ തന്നെ മുമ്പേ ഇടിച്ചിട്ട് പോയത്. പിന്നെ ചുമ്മാ ഒന്ന് വണ്ടി, എന്ത് ബാൻ? പിന്നെ ചുമ്മാ ഒന്ന് വണ്ടി ഇടിച്ചു. നമ്മൾ സൈഡിൽ ഒതുങ്ങിയിരുന്നല്ലേ സംസാരിക്കുന്നത്. നോക്ക്, നമ്മൾ ഇവിടെ നിന്നല്ലേ ഇരിക്കുന്നത്. എന്ത് ബാൻ? നമ്മൾ ഇവിടെ സംസാരിക്കുമല്ലോ. ഇതിനകത്തൂടെ വണ്ടി ഓടിക്കുള്ളൂ റോഡ് ഇത്ര സ്ഥലം കിടക്കുമ്പോ. നെഞ്ചത്തോട്ട് വന്ന് കേട്ടാണ്. ഇതാരാ? ഹലോ, ജൂഡ്. ഇത് എത്ര? ഈ മയിൽ വാഹനം ആരുടെയാ?
അതെല്ലാരെയും ഉണ്ട്, എല്ലാരെയും ഉണ്ട്. ആണോ? കോമൺ വണ്ടിയാണ് നമ്മുടെ അതെ നമ്മുടെ കോമൺ വണ്ടിയത്. മൈൽ വാഗണം അപ്പുറം ഓപ്റ്റിമസ് പ്രൈം ரெண்டும் இருக்கு நம்ம கிட்ட காமன் வண்டி. അത് KV ആണ് ബ്രോ, എനിക്ക് അറിഞ്ഞൂടല്ലോ അത് KV ആണെന്നൊന്നും. എൻ്റെ അകത്ത് വന്ന് വണ്ടി, ഞാൻ സൈഡിൽ നിന്ന് സംസാരിക്കുക, എൻ്റെ അകത്ത് വണ്ടി ഇടിച്ചതിനാണ്. അത് KV ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ പോയി അവിടെ പോയി സോറി പറയേണ്ട ആവശ്യമുണ്ടോ? അത് KV ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഗ്യാങ് ടെസ്റ്റ് അല്ലേ ഇട്ടേക്കുന്നത്. അവർ ചോദിക്കട്ടെ, ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്തോ സിറ്റുവേഷന്. KV ആണെങ്കിൽ ഇപ്പോൾ എന്താ? KV ആണെങ്കിൽ അവരുടെ അടുത്ത് കാര്യം പറയാം എണ്ണീറ്റ് വന്ന് ചോദിക്കുമ്പോൾ. അല്ലാതെ ഞാനിപ്പോൾ ചാറ്റിൽ കണ്ടിട്ട് KV ആണെന്ന് പറഞ്ഞാൽ അവിടെ പോയി സോറി പറയണോ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അന്നൊന്നും പറ്റിയില്ലായിരുന്നല്ലേ? എടാ നീ ഓക്കെയാണ്? ഞാൻ തെറിച്ച് അവിടെ പോയി വീണ് ചത്ത് കിടക്കുമായിരുന്നു. പക്ഷെ നീ ഇവിടെ തന്നെ എന്നെ ചത്ത് കിടന്നേ. എടാ ഞാനേ അവന്റെ പേര് എടാ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാടാ ഈ മനസ്സിൽ റിവലറി ഒക്കെ വെക്കുന്നേ? അവനോട് സോറി പറയാടാ ബ്രോ. സോറിയേ, ഞാൻ അറിയാതെ വെടിവെച്ചതാ. അറിയാം. ഞാൻ ഇപ്പൊ തന്നെ EMS വിളിക്കാവേ, ഒരു മിനിറ്റ്. അണ്ണാ വെറുതെ പോയി 3 ദിവസം. എന്ത് 3 ദിവസം? വാലിഡ് റീസൺ ഉണ്ട്. നീ അമ്പത്തൂര് എന്തിനാണ് ഈ ബാനിനെ പറ്റി സംസാരിക്കണേ? നിങ്ങക്ക് എന്താ എന്തിനാ ഇതിനകത്ത് ബാനിനെ പറ്റി സംസാരിക്കണേ? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. കുണ്ണ പോയാണിട്ട് ഇങ്ങോട്ട് വന്നേ എവിടെ അമ്പത്തൂര്? എടാ ഇവരുടെ മുമ്പിൽ വെച്ച് എന്തിനാണ് ബാൻഡ് ആയിട്ട് സംസാരിക്കണേ? ആർപ്പിക്കകത്ത് അത് ചുമ്മാ ആയിട്ട് എടുക്കൂല അമ്പത്തൂര് അവര്. നിനക്ക് അറിയാലോ ഓൾറെഡി. ഹലോ ഹലോ സുഹൃത്തെ ഒന്ന് നിന്നേ. അണ്ണാ പോയണ്ടാ. അവന് പിണക്കോയി അവനൊന്നുകൂടെ വെടിവെച്ചിട്ടെ. അണ്ണാ ഇപ്പൊ ഒരു പടം വരുന്നില്ല. അവൻ അതിനുള്ള പോക്ക് പോയതാ കേട്ടോ. ആ അതെ, ശ്രമിക്കുന്നുണ്ട്. അണ്ണാ എന്റെ പേരെന്തായിരുന്നു? നിന്റെ പേര് ധനലക്ഷ്മി. എടാ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് സോൾവ് ചെയ്യണം. ഒന്ന് സംശയം, ഒരു മിനിറ്റ്. ആ ഷെയർ കയറി വരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാനെടുത്ത വള്ളിയാവുന്നാണ് തോന്നുന്നത് കേട്ടാ. അവന്റെ വണ്ടി വിട്ടു. ഹലോ ഹലോ ബ്രോ, പേരെന്താ? ഫാമിലി ആണോ? അല്ല, ഞാനാണ് വെടിവെച്ചിട്ടത്. ഉണ്ടായത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ ഒരു അതെ, ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ആദ്യം ഒരാൾ വന്ന് വണ്ടി ഇടിച്ച്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചത്ത്. രണ്ടാമത് വീണ്ടും ഒരാൾ വന്ന് വണ്ടി ഇടിച്ച്. അതായിരുന്നു ബ്രോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇന്റൻഷനലി ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചാടി ഇറങ്ങി വെടിവെച്ചതാ. ആണല്ലേ? ആണല്ലേ? എടാ സോറിയടാ, എന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാ. ആ ഓക്കേടാ, ഓക്കെ, സോറി കേട്ടോ. ഓക്കെ വാ. അപ്പോഴത്തേനും അവനെ KVയിൽ റിക്രൂട്ട് ചെയ്ത് നീയൊക്കെ പോയാ. ഗെയിംസ് ഉണ്ട്. എടാ ഇവൻ എനിക്ക് അറിഞ്ഞൂടാ എന്തെങ്കിലും സ്വിധാരിലും മാറ്റി വന്ന്. എന്റെ PC ആരെങ്കിലും വേറൊരാൾ കൈവച്ച അടുത്ത ദിവസം തൊട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാ. വോയിസ് ചാറ്റ് വോളിയം കണ്ടോ? ഫുള്ളാ, ഇനി ഇല്ല. എന്തായാലും സംസാരിച്ചേ. ഹലോ ഗിരി എവിടെ നിൽക്കുന്നു? ഗിരി അമ്പത്തൂരെ, ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയാം. അമ്പത്തൂരെ, നമ്മള് കുറെ സിറ്റുവേഷനിൽ ഞാൻ ഇത് ജസ്റ്റ് നീ ഓർത്തിരിക്കാൻ വേണ്ടി പറയുവാണേ. അവന്മാർക്ക് ചിലപ്പോൾ FRP കൊടുക്കാനുള്ള പ്ലാൻ പോലും ഉണ്ടാവൂല.
അവന്മാര് മരിച്ചു കിടക്കുമ്പോ അവന്മാരുടെ മുമ്പിൽ വെച്ച് 3 ദിവസം പുറത്താണല്ലോ അണ്ണാ, 3 ദിവസം മൂന്നാർ പോവാല്ലോ അണ്ണാ എന്നൊക്കെ പറയുമ്പോ അവര് ആദ്യം വിചാരിക്കും എന്നാ ഇവന് കൊടുത്തുവിടാന്ന്. അയ്യോ ഞാൻ അല്ലേലും ഞാൻ മൂന്നാർ പോകണുണ്ട് 3 ദിവസം. റെഡിയാക്കി കേസ്. അത് പറയണ ഭയങ്കര മണ്ടത്തരോ സത്യം പറഞ്ഞ. അത് കേട്ടിട്ട് അവന്മാര് പറയും എന്നാ ഇവന് വലിച്ചു കൊടുക്കാം. എടാ വാടാ, നിങ്ങൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വാ. കേറി പറഞ്ഞോ. ഇല്ല അത് കുഴപ്പമില്ല. അത് ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ. നമ്മള് ഒന്നെങ്കിൽ ഓഡിയൻസ് സ്പാം ചെയ്യാൻ തുടങ്ങും ബാൻ എന്ന്. ഇത് ലൈവ് ആണെന്ന് ഏതെങ്കിലും ഒരുത്തൻ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ബാൻ മേടിച്ചു കൊടുക്കുക എന്ന് പറയും. അല്ലെങ്കിൽ കൂടെ കളിക്കുന്നവന്മാര്. എടാ ഞാൻ കീരിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് വരാം. എന്തായാലും എനിക്കൊരു 5 മിനിറ്റ് തരണേ. ഹലോ. Sir. Hey, yes. Sir, we have an event coming, sir. We want to personally invite you and your whole family to the event. Sure, invite. No, sir. Hello. And the friends varate avar ninnikku invite taro. Nee accept cheya, okay? ഞാൻ അക്സെപ്റ്റ് ചെയ്യാടി. ചെയ്തു. Cheya? ചെയ്യാം. Cheya, sir. ചെയ്യാം. Very big event, sir. Yes. We need your presence because your presence will make the event very special. Yes, thank you so much. Yes, sir. Special. അതെ. ശരിക്കും വാസവനെ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഷെയ്ക്കിന്റെ ഇവന്റ് you are saying about the shake event, right? Yeah, he already invited me. Allah. Yes. Come, okay. Sir, yeah. Get some good gifts for me For you. in the event. Yeah, for the event, get some good gifts. Yeah, not for the event. I will give you personally. Especially, okay, sir. Chocolates. I like the dark chocolates. Sure. Thank you, sir. Can I get your number? Sir, I already messaged you. Wait. Maybe my ex-girlfriend blocked you. No. Yeah. So chetta. She is so The peru show chatta. not name. Yeah, name is like that. Eli. Oh, ena kariyo sir. Principal alle. അതന്നെ. Fire chedu sir. Na avar poi English teacher aayi. Avar enakku fire chedu sir. ഫയർ ചെയ്തല്ലേ? Ade nan para A for alpha, B for BD, C for chaya. Avar para poi. പിള്ളേരെ പഠിപ്പിക്കണ എങ്ങനെയാണ്? ബി ഫോർ ബീഡിയാ? അല്ലേ sir. പിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാ പിന്നെ ഫയർ ചെയ്തിരിക്കുവോ? ബി ഫോർ ബീഡിയാ? അല്ലേ sir. നീ BD അല്ല. B for ബി ഫോർ ബ്ലൂ. B for banana. അല്ലേ? B for blue, V for Vasu. That will be nice. Yeah, I shared my contact number. You saved? Sir. Star called me. That's your number, right? അതെ. 91441639. Yes, sir. Sir, please V come for to the Vastu. event, Badale. Pranam, sir. Merry Christmas and Happy New Year. Yeah. Okay, share your number. Like, Already kandalo. ഇല്ല തന്നില്ല. Share to 3333. പിന്നെ you already read my number അല്ലേ? അത് സേവ് ആക്കൂ sir. ഒക്കെ വലിയ പാടല്ലേ? ഞാൻ സെറ്റ് ചെയ്തരാം ഒരു മിനിറ്റ്. അത് save Blue just move a little bit. പാസ്വേഡ് എന്റെ ഫോൺ എനിക്ക് കാണിക്കുന്നില്ലല്ലോ. എന്റെ ഫോൺ ചാർജിങ്ങില. ഓക്കെ അതാണ്. Oi. കീരി കാർഡ് നൈസ്. Okay, I'll save. Okay, sir. You got a call, right? Yes, sir. That's me. Hello. Oh, okay, sir. I will save. Hi. Blah 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 blah. Blue. Very well. How are you? Blue. Yeah, I'm good. Sir, ni paisa tanda. Yeah. Anand, പറടാ. do you like this girl? കറണ്ട് പോയിട്ടോ എന്റെ. No. പറയൂ. What's up? Okay. Coach, how are you? എന്റെ So, nothing, coach. We have an event coming on. ഇപ്പൊ ഫോണും തോക്കും ഒരുമിച്ച് ചെവി വന്നു. Happy birthday to you. നീ പറ. ശരി. അപ്പം ഈ ഫ്രണ്ട്സിന്റെ കാര്യം സംസാരിച്ച സമയത്തെ
ഇവരൊക്കെ എന്തിനാ വരണത്? ഇത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എന്താണ് ഇതാര് ഉസ്മാനെ ഞാന് റോബല്ല അതുകൊണ്ടാണ് വിളിച്ചപ്പോ കട്ട് ചെയ്തത്. വാസനെ വിളിച്ചിന് ഞാനൊക്കെ എടുത്തില്ല. പറയടാ ഉസ്മാനെ, കാണാറില്ലല്ലോ. നിന്നെയല്ലേ കാണാത്തെ? നിന്റെ ഫ്രണ്ടിൽ തടുത്തുകൂടെ പോലെ ഇരിക്കുന്ന മനുഷ്യല്ലടാ. അയ്യോ സോറി. ഞാൻ ഓർത്തത് ഇന്നലത്തെ മിസ് കോൾ ആയിരിക്കും, ഞാൻ കണ്ടില്ല കേട്ടാ. അല്ല ഞാനിപ്പോ അടിച്ചിരുന്നു. ഞാന് ഇനി നാളെ ഉണ്ടാവോ? ഉണ്ടാവുന്ന തോന്നുന്നു. ഞാനൊരു അല്ല ഒരു മിനിറ്റ്. 5-ാം തീയതി അല്ലേ നമ്മുടെ ഷേക്കിന്റെ ആണോ ഇൻവിറ്റേഷൻ കിട്ടീനോ? ഓ സോറി. അത് ഉസ്മാന്റെ പി എ ചന്ദ്രു, ഉസ്മാന്റെ പി എ. വാസന 5-ാം തീയതി പരിപാടി മറക്കരുത്, എന്തായാലും വരണം. പിള്ളേരെല്ലാരും വിളിക്കണം, ഗ്യാങ് ഹൗസിൽ വന്ന് വിളിക്കണം എന്നാ കരുതിയത്. പക്ഷേ ഗ്രാൻഡ് ഇനാഗുറേഷൻ വിൽ ബി ഹെൽഡ് ഓൺ December 5th. ഷെയ്ഖ് നുഹ്മാൻ പ്രസന്റ്. 3 icons 1 ഗ്രാൻഡ് നൈറ്റ്. പൊപ്പി കാസ്ട്രോ ഞാനും ബുർജൽ ഷെയ്ഖ് പാം റിസോർട്ട്. ഈ ബുർജൽ ഷെയ്ഖ് പാം റിസോർട്ട് അല്ലേ ഇനാഗുറേഷൻ? അല്ല, 3ഉം കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്യാന്നായിരുന്നു. അതിലൊരെണ്ണം ഞാൻ കുറച്ചു മുമ്പ് കയറി ഇനാഗുറേറ്റ് ചെയ്തിട്ട് വന്നായിരുന്നേ, ഒരു 5 മിനിറ്റ് മുമ്പ്. എനിക്ക് സ്ഥലം മാറി കയറി പോയതാ. ഏതോ ഒരെണ്ണം ഞാൻ പിന്നെ അറിഞ്ഞത് അത് അപ്പൊ തന്നെ ഇറങ്ങി, പക്ഷെ ഗേറ്റ് വരെ പോയുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക്. ആണല്ലേ? 5-ാം തീയതി. ഓ ഓക്കെ 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 ഓക്കെ. പവറാക്കണം, മറക്കരുത്. ഉറപ്പായിട്ടും പവറാക്കിയിരിക്കും. 5-ാം തീയതി നമ്മൾ കത്തിക്കും. ഗ്യാങ് ഇൻവിറ്റേഷൻ വാസവണ്ണനാണ്. താങ്ക് യു ഗ്യാങ് ഇൻവിറ്റേഷൻ വാസവണ്ണനെ മാത്രമേ തന്നിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. നമ്മളൊക്കെ ഇവിടെ പിന്നെ നമ്മളൊരു ഗ്യാങ്ങിലല്ലേ? നീ വേറെ ഗ്യാങ്ങിലാണോ? ഗ്യാങ് ഇൻവിറ്റേഷൻ അല്ലല്ല ഞാൻ ഇവിടെ വേറെ പറഞ്ഞു അല്ല, വാസവണ്ണനെ വിളിച്ച ഗ്യാങ്ങിൽ എല്ലാവരും വിളിച്ച പോലെയാണല്ലോ. എന്തോ വസണ ഞാൻ കാര്യം പറയട്ടാ. ഇത് മറ്റേ അന്ന് അത് കണ്ടായിരുന്നു. ഇത് വസണ നോക്കിയേ. ഫോട്ടോ ആയിരിക്കട്ടാ. വാസണ്ണ ഇതിൽ ചന്ദ്രുവിന്റെ ഫോട്ടോ ഇല്ല എന്നുള്ള പരാതിയാണ് ചന്ദ്രുവിന്. ചന്ദ്രു നാളെ സിറ്റിയിൽ കയറുമ്പോ ചന്ദ്രു ഏതായാലും ഞെട്ടും, മനസ്സിലായോ? എന്റെ ഫോട്ടോ ഇത്ര പ്രമുഖനായിട്ടുള്ള എന്റെ ഫോട്ടോ നോക്കാത്ത ചന്ദ്രന്റെ ഫോട്ടോ അല്പൻ. അല്ല, 2-3 പൂജകൾ കുറവുണ്ട്, അത് ശരിയാണ്. എന്നാലും സൈഡിലെങ്കിലും വെക്കായിരുന്നു. ചന്ദ്രന്റെ ഫോട്ടോ അന്ന നോട്ടീസ് എടുത്തേ. നോട്ടീസ് എടുക്ക്. ആ ബുർജ് ഖലീഫയുടെ മുകളില് ഒരാൾ നിപ്പുണ്ട്. അതാ അവിടെയാണല്ലേ? അതാണെന്നറിയോ? അതാണ് ഞാൻ. അതാണല്ലേ നീ? നൈസ്, നന്നായി. ആ ടോപ്പ് ക്രോപ്പ് ചെയ്ത് കളഞ്ഞത് എന്തായാലും നന്നായി. പറഞ്ഞു ഷേഖേ. വാസണ്ണ മറക്കരുത്, ഞാൻ കുറച്ച് വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഫോർഗെറ്റ് ചെയ്യരുത് എല്ലാരും. ഇല്ല, 5-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഷേഖേ, ഈ BM എനിക്ക് തരുമോ? വാസു അല്ല, സോറി ചന്ദ്രു. ചന്ദ്രുവിന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞില്ലേ, ഈ വണ്ടി ചന്ദ്രുവിന് ചോദിച്ചാ ചന്ദ്രു നഷ്ടമായിരിക്കും. ഈ വണ്ടി വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷേ എന്തോ പുള്ളിയുടെ PI മാനേജർ. ഹലോ, നിനക്കപ്പ നമ്മുടെ അണ്ടി ഫാക്ടറിയിലെ ജോലി വേണ്ടല്ലേ? ഞാൻ അത് പാലത്തെ അടുത്ത് ഒരു 100 തവണ ചോദിച്ചു. എനിക്ക് ബാറ്ററിയ വലുത്. ഞാൻ ഇത് 5 കോടി അന്നേം കൊണ്ടാ, കുറച്ച് കഴിയുമ്പോ ഞാൻ കൊണ്ടാന്ന്. എന്താണ് എന്തോന്ന് വിളിക്കാന്ന്? ഇവൻ എന്റെ മാനേജറാണ് പോലും. അപ്പൊ മാനേജറാന്ന് പറഞ്ഞിട്ടാ നടക്കുന്നത്. ആണല്ലേ? മാനേജറാണല്ലേ ഇവൻ? നനക്കൂല കൂട്ടത്തിലൊരു ഒരു പ്രൊഫഷണലിസ്റ്റ്. ഇവനെ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ കേട്ടാ. അടിച്ചോണ്ട് പോവോ? അപ്പൊ ശരി, ഞങ്ങൾ എന്തായാലും എത്തിയേക്കാം. ഓ ശരി. ഓക്കെ സെറ്റ്. ബ്ലൂ see you. See you. I will bring the gift. Okay, sir. Okay. നമുക്കൊന്നും ഇല്ല ഗിഫ്റ്റ്. തരാം.